ഞാൻ യൂട്യൂബിലേ ഒരുപാട് പൂച്ചകളുടെ വീഡിയോസാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലരെല്ലാം വിചാരിക്കും ഞാൻ ഒരുപാട് പൂച്ചപ്രേമിയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പൂച്ചകളെ വളർത്തുന്നുണ്ടെന്നാണ് ചിന്തിക്കുക. പക്ഷേ സത്യാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുന്നത് ലൈക്സിനും വ്യൂസിനും വേണ്ടി മാത്രമാണ്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾ പൂച്ചകളെ സ്നേഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോസിന് ഒരുപാട് റീച്ചും ലൈക്സും കിട്ടാനുള്ള കാരണം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലും നിങ്ങളും ഒരു പൂച്ചനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്കും എൻ്റെ വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് തരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് കാര്യം നമ്മൾ ലൈഫിൽ ചെയ്യുന്ന സമയത്ത് അത് വിജയിക്കാനുള്ള സാധ്യത എവിടെയാണോ, അല്ലെങ്കിൽ സാധ്യത എന്തിലാണോ അതിൽ മാത്രം നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം സക്സസ് ആവാനുള്ള ഏതെല്ലാം വഴികളുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇത് റിവ്യൂ പറയുന്നതെങ്കിൽ ഒരുപക്ഷെ സിനിമ കാണുന്നവർ മാത്രമാണ് ആ വീഡിയോ കാണാൻ സാധ്യത ഉണ്ടാവുക. ഒരുപക്ഷെ അത് എല്ലാവരും കാണുന്നില്ല. പക്ഷേ ഈ സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഈ വീഡിയോസ് കാണാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു മിണ്ടാപ്രാണിയായ ഒരു പൂച്ചനെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇത് ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും യൂട്യൂബിൽ എന്തെങ്കിലും ചാനൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കണ്ടൻറ്റ് അതിനുള്ള വ്യൂവേഴ്സ് ആരാണ്, അല്ലെങ്കിൽ അത് ആരാണ് കാണുക എന്നുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു നിരീക്ഷണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യൂസും ലൈക്സും കൂട്ടാൻ സാധിക്കും. ഇതിവിടെ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഇത് മാത്രം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്തിനാണെങ്കിലും ഞാൻ ഈ തുറന്ന പറച്ചിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതും നിങ്ങൾ പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.